ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ കുടുംബങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. അവർ ദൈവത്തോട് ചേർന്ന് നിന്നിരുന്നു. സഭയ്ക്ക് വേണ്ടി ഉണർന്ന് അധ്വാനിച്ചിരുന്നു. ആയതിനാൽ ആ കുടുംബങ്ങളിൽ പട്ടിണിയോ സഹനങ്ങളോ രോഗങ്ങളോ ഒക്കെ കടന്നു വരുമ്പോൾ ദൈവം അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്നു. ഇന്നും പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കൾക്ക് ദൈവം അഭയം നൽകുന്നു. എന്നാൽ പ്രാർത്ഥിക്കാതെ ദൈവത്തിൽ നിന്നും അകന്ന് ഈ ലോകത്തിൻ്റെ തിന്മകളിൽ കിടക്കുന്ന കുടുംബങ്ങളിൽ പിശാച് എന്ന പ്രലോഭകൻ കടന്നു വന്ന് രോഗങ്ങളും കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും നൽകി അവരെ ദൈവത്തിൽ നിന്നും തീരെ അകറ്റുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാം തിരുവചനം, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. സ്നേഹമുള്ളവരെ, പാപത്തിൽ കിടക്കുന്ന, ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.